ആ അല്ല അത് എങ്ങനെയുണ്ട് 4K-ല്? ആ ആ 4K-ലൊക്കെ എങ്ങനെയുണ്ട്? സൗണ്ട് ക്വാളിറ്റി ഒക്കെ എങ്ങനെയുണ്ട്? ആ ഇപ്പൊ പഴയത് എങ്ങനെയുണ്ട്? പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. വർഷങ്ങൾ മുമ്പ് കണ്ട സിനിമ തന്നെയാണ്. ആ സമയത്ത് അജന്തയിലും ധന്യയിലും സെൻട്രലും റിലീസ് ചെയ്തത്. ആ സമയത്ത് കണ്ടിട്ടുണ്ട്. ഇത് പിന്നെ ഈ പറഞ്ഞ പോലെ ചെറുപ്പത്തിലുള്ള മമ്മൂട്ടിയെ ഒന്നും കൂടെ കാണാനുള്ള ഒരു അവസരമാണല്ലോ. അപ്പോൾ മെയിനായിട്ട് മമ്മൂട്ടിയെ കണ്ട് ആസ്വദിക്കാൻ വേണ്ടി തന്നെയാണ് ഒന്നുകൂടെ വന്നത്. പിന്നെ ഒരു മികച്ച സിനിമ ഒന്നും കൂടെ വലിയ സ്ക്രീനിൽ കാണാൻ പറ്റുന്ന ഒരു അവസരം. പക്ഷെ 4K അത്ര മെച്ചമൊന്നും പറയാനില്ല. യൂഷ്വലി കിട്ടുന്ന ഒരു ക്വാളിറ്റിയിൽ വന്നിട്ടില്ല. എന്നാലും സിനിമ ഗംഭീരമായിട്ട് കണ്ടിരിക്കാം. ചില സൗണ്ട് മിസ്സിംഗ് ഒക്കെ എങ്ങനെയുണ്ട്? സൗണ്ട് മിക്സിംഗ് ഒക്കെ ഒരു മീഡിയം അത്രേ ഉള്ളൂ. കുഴപ്പമില്ല, നന്നായിരുന്നു. നമുക്ക് ഒരു പഴമയിലോട്ട് എത്താൻ പറ്റി, അതാണ് അതിൽ തോന്നിയത്. ചേട്ടാ ഇപ്പൊ കുറെ ആളുകൾ കുറവാണ്, എന്തുകൊണ്ടാണ്? എനിക്ക് തോന്നുന്നു ഈ ഒരു ടൈം ആയതുകൊണ്ടായിരിക്കും. ഇപ്പൊ എല്ലാവരും ഓഫീസ് കോളേജൊക്കെ ഉള്ള ടൈം അല്ലേ. അതൊന്നും പറയാൻ പറ്റില്ല. നമുക്ക് പഴയതെന്ന് പറയുമ്പോൾ അവർ രണ്ടുപേരെയും നമുക്കൊരു ഇതായിട്ടല്ലേ കാണാൻ പറ്റും. നമുക്കൊരു അങ്ങനെ ഫാൻസ് അല്ല, എന്നാലും രണ്ടുപേരും എനിക്ക് ഒരുപോലെ ഉള്ള ഇതാണ്. പക്ഷെ മമ്മൂട്ടിയുടെ ആ ഒരു പഴയ ഒരു ഇത് നന്നായിട്ട് തോന്നി. കളർ ഗ്രേഡിങ്ങും സൗണ്ട് എഫക്റ്റ് ഒക്കെ നന്നായിരുന്നു. സൗണ്ടും ഇതും ഒക്കെ നന്നായിരുന്നു. അതെ, വളരെ നല്ലതായിട്ട് തോന്നി. നല്ലൊരു വിഷ്വൽ എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, നല്ലൊരു ഇതായിരുന്നു. അതുകൊണ്ട് ഇതുപോലെ പഴയ പടങ്ങൾ വീണ്ടും വരണം എന്നാണ് എനിക്കുള്ള അഭിപ്രായം. ചേട്ടാ കാണാൻ പോകുന്ന പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? പ്രേക്ഷകരോട് പറയാനുള്ളത് ഇത് കാണണം. നമുക്ക് ഒരു പഴമയുടെ ഇതും കൂടെ കാണണമല്ലോ. പഴയ സിനിമ എന്ന് പറയുമ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും കാണാനുള്ള ആ ഒരു ഇതുണ്ട്. ഞാൻ കുറച്ച് ഈ പഴയ ഇതിൽ വന്നുകൊണ്ടായിരിക്കാം എനിക്ക് ഇത്. അപ്പോൾ നമുക്കൊരു പുതിയതിനെക്കാട്ടി ഇത് വീണ്ടും വീണ്ടും നമുക്ക് കാണാനുള്ള ഒരു ഇത് ഉണ്ട്. വീണ്ടും വന്ന് കാണണമെന്നാണ് പറയാനുള്ളത്. കുടുംബമായിട്ട് വന്ന് കണ്ട് ആസ്വദിച്ച് ആ ഒരു നല്ലൊരു ഇതായിട്ട് തോന്നി.